എന്ത് വിവാദം? ഒരു വിവാദമില്ല. കോൺഗ്രസ്സിന് വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞു നടക്കുക എന്നല്ല, അതൊരു വിവാദമില്ല. ഏ ഏ ഇന്ത്യ രാജ്യത്ത് പിന്നെ മതവർഗീയതയിൽ ഏറ്റവും അപകടകാരികളായി നിൽക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞാൽ RSS ഉയർത്തുന്ന ഹിന്ദു രാഷ്ട്രത്തിന് സമമാണത്. അവരുമായി അഭേദ്യമായ ക്ലോസ് റിലേഷനുള്ള UDF ആണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നുള്ളൂ തന്നെ. അത് തള്ളിക്കളയേണ്ടതാണ്. അവർക്ക് അവരുടെ ആ തെറ്റിനെ ന്യായീകരിക്കാൻ ഇപ്പുറവും ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പ്രചാരവേലയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളതിനെ തള്ളിക്കളയുന്നത്. അത് അവരാണ് പറയേണ്ടത്. അവർ CPIM-ൻ്റെ കേന്ദ്ര ജനറൽ സെക്രട്ടറി അതിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലപ്പുറം അതിൻ്റെ താഴെയുള്ള ഒരാൾ വീണ്ടും പറയേണ്ടത്. SDPIയെ സംബന്ധിച്ച് CPM എന്ത് നിലപാട് സ്വീകരിക്കുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി ബേബി വളരെ കൃത്യമായി മലയാളത്തിൽ കോഴിക്കോട് എന്ന് വെച്ചാൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അല്ലെ കണ്ണൂരിൽ വെച്ചോ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ അതിൻ്റെയൊക്കെ എത്രയോ താഴെ നിൽക്കുന്ന ആളാണ്. അറിയില്ല, അതൊക്കെ അതാത് പ്രദേശത്തെ കാര്യങ്ങളാണ്. അതൊന്നും ദേശീയ സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നിലപാടുമായിട്ട് അതിനൊന്നും ഒരു ബന്ധമില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി ഞങ്ങൾ മത്സരിക്കുന്നു. അറിയില്ല, എനിക്കറിയില്ല. ഞാൻ കോഴിക്കോട് ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിച്ച് വർക്ക് ചെയ്യുന്ന ആളാണ്. ഇവിടുത്തെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. മറ്റേ പൊതു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം എവിടെയും ഞങ്ങൾക്ക് പറയാൻ പറ്റും. കൈവെട്ടുന്നുണ്ടോ അല്ലെങ്കിൽ എത്ര ക്രിമിനൽ നടപടികളിൽ ഭാഗമാക്കായി എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. ഇപ്പോൾ ക്രിമിനൽ നടപടി എടുത്താൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ എത്ര ആളുകളെ കൊന്നിട്ടുണ്ട്? ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു മൊയരത്ത് ശങ്കരൻ. അദ്ദേഹത്തെ റോഡിലിട്ട് അടിച്ചു കൊന്നവരാണ് കോൺഗ്രസ്. കൊളങ്ങരയത്തെ രാഘവനെ ബോംബെറിഞ്ഞ് കൊല്ലാൻ നേതൃത്വം കൊടുത്ത ആളാണ് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് നേതാവ്. അഴീക്കോടൻ രാഘവനെ കൊലപ്പെടുത്താൻ നേതൃത്വം കൊടുത്തവരാണ് കോൺഗ്രസ്. അതൊക്കെ ഉണ്ട്. കൊലപ്പെടുത്തതിൻ്റെ എണ്ണം നോക്കിയിട്ടല്ല ഒരു പാർട്ടിയെ വിലയിരുത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജി അത് ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരണമാണ്. അതിൻ്റെ സ്ഥാപക നേതാവ് മൗദൂദി വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. ഇത് ലോകം മുഴുവൻ ഒരു കാലത്ത് ഇത്തരമൊരു അബ്സേർജ് മുസ്ലിം സമുദായത്തിനിടയിൽ ഒരു തീവ്രവാദത്തിൻ്റെ അബ്സേർജ് ഉണ്ടായി. ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞ ഈജിപ്തിൽ, മുസ്ലിം ബ്രദർഹുഡ്. ഇവിടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് 42 മുതൽ മൗലാന അബുൽ മൗദൂദി, അദ്ദേഹം വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് പോയി. പാകിസ്ഥാനിൽ ആ പ്രസ്ഥാനം ശക്തിപ്പെടുത്തി. ഇന്ത്യക്കാരോട് പറഞ്ഞു, നിങ്ങളും ഇതുപോലെ തന്നെ ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി ശ്രമിച്ചോളൂ, എനിക്കതിൽ വിരോധമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്ന ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിൽ മറ്റൊരു സംഘമാണ്. ബംഗ്ലാദേശിൽ ഏറ്റവും വലിയ മനുഷ്യക്കുരുതിക്ക് നേതൃത്വം കൊടുത്ത ജമാഅത്തെ ഇസ്ലാമി. അവരുടെ പ്രമുഖരായ നേതാക്കന്മാരെ മുജീബ് റഹ്മാൻ്റെ കാലത്ത് തൂക്കിക്കൊല്ലേണ്ടി വന്നു. ഇപ്പോഴും അവർ നോക്കി, പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കാര്യമായി നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ആദ്യകാലത്ത് അവർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നവരായിരുന്നു. തെരഞ്ഞെടുപ്പിലേ പങ്കെടുക്കേണ്ട, കാരണം ഈ ഭരണകൂടം ഇസ്ലാമികമല്ലാത്തതുകൊണ്ട് അതിൽ ചേരാൻ പാടില്ല, സർക്കാർ ജോലി സ്വീകരിക്കാൻ പാടില്ല. ഇപ്പം അത് മാറി, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാമെന്നായി. എങ്കിലും അവരുടെ അടിസ്ഥാന രാഷ്ട്രീയ നിലപാടിൽ നിന്ന് അവർ മാറുന്നില്ല എന്ന് അവർ എപ്പോഴും വ്യക്തമാക്കുന്നുണ്ട്. അവർ മൗദൂദിയെ തള്ളി പറയുന്നുണ്ടോ? ലോകം മുഴുവൻ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് തീവ്രവാദം മുസ്ലിം ലോകത്ത് സംഘടിപ്പിച്ച മതരാഷ്ട്രവാദത്തിൻ്റെ അവശിഷ്ടമാണിത്. അപ്പം അതുകൊണ്ട് അവർ എത്ര ആളെ കൊന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരു നിലപാടിനെ കുറിച്ച് പറയുന്നത്, അവരുടെ രാഷ്ട്രീയ നിലപാടിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അത് ഒരു അളക്കാനുള്ള ഒരു മാവിനിയും എൻ്റെ അടുത്തില്ല. അതൊക്കെ നമ്മൾ സമൂഹം പൊതുവിൽ വിലയിരുത്തിയാൽ മതി.
ഒഴിഞ്ഞു മാറുക എന്നുള്ളതല്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് അവരുടെ നിലപാട് ഇന്ത്യയിൽ ഏറ്റവും വലിയ ആപൽക്കരമാകുന്ന വിധത്തിലേക്ക് വരുന്ന RSSൻ്റെ രാഷ്ട്രീയത്തെ നേരിടണമെങ്കിൽ ജനങ്ങൾ മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കണം. ഇസ്ലാമിക രാഷ്ട്രം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സംഘടന എന്ന നിലയിൽ ബദലായി ഹിന്ദുവിൻ്റെ സംഘടന അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ സംഘടന എന്ന നിലയിൽ മതാടിസ്ഥാനത്തിൽ സംഘടന ഉണ്ടാക്കി പോരാടാൻ പോവല്ലോ ഉണ്ട്. ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനതയെ വർഗീയവൽക്കരിക്കാനാണ് RSS ശ്രമിക്കുന്നത്. അവർ രാഷ്ട്രനിർമ്മിതിയാണ്, ഭരണഘടന ഭേദഗതി ചെയ്യാനാണ് അവരുടെ നീക്കം, ഇന്ത്യൻ ഭരണഘടന. ആ അവസ്ഥയിൽ മതന്യൂനപക്ഷങ്ങൾ പ്രത്യേക ഗ്രൂപ്പായി മാറുന്നത് അപകടകരമാണ്. ആ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന പണിയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത്. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ആരിത് ചെയ്താലും ഞങ്ങൾ അനുകൂലിക്കില്ല. ഇത് ഒരു പാർട്ടി എന്നുള്ള നിലക്ക് ഒരാളോടും ഞങ്ങൾ അനുകൂലിക്കില്ല. അവരുടെ എണ്ണത്തെ നോക്കിയിട്ടല്ല, അവരുടെ ആശയത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അല്ലാതെ അവരുടെ എണ്ണം എത്രയുണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് എണ്ണം കൂടിയാൽ അപകടം കൂടുതലും എണ്ണം കുറഞ്ഞാൽ അപകടം എന്നല്ല പ്രശ്നം. ആ ആശയം RSSന് അവരുടെ താല്പര്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ അവസരമുണ്ടാകുന്നു. അത് പാടില്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ വ്യക്തിപരമായ ഒരാളോട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. പ്രതിപക്ഷ നേതാവ് അന്നത്തെ പത്രസമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രകോപനപരമായി അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് ഒരിക്കൽ പോലും ആവർത്തിക്കുകയോ UDFലെ മറ്റേതെങ്കിലും നേതാക്കൾ അത് ഏറ്റുപറയുകയോ ചെയ്തില്ല എന്ന ഒരു അത്ഭുതകരമായ കാര്യമുണ്ട്. അല്ലെങ്കിൽ മറ്റേത് മുദ്രാവാക്യം എല്ലായിടത്തും ഉയരണ്ടേ, മിണ്ടുന്നില്ല. അതുകൂടി മനസ്സിലാക്കണം. അതല്ലേ ഞാൻ പറയുന്നത്. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞതിൻ്റെ അപ്പുറമൊന്നും എനിക്ക് പറയാനില്ല. പാർട്ടി ജനറൽ സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലപ്പുറം എന്താ പറയാനാ? പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ നിലപാടാണ്. അതെല്ലാവർക്കും ബാധക. ഒരിക്കലുമില്ല. SDPI ആയിട്ട് താൽക്കാലികമോ അല്ലെങ്കിൽ സ്ഥിരമോ ആയ മുന്നണി ഉണ്ടാക്കിയെന്ന് ആര് പറയുന്നു? അതെല്ലാം ഭാവനാ സൃഷ്ടികളാണ്. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ എണ്ണം നോക്കിയോ അല്ലെങ്കിൽ അവരെ എതിർത്തതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തോറ്റു എന്ന് പറയാൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കേന്ദ്രമാണ് ചേന്നമംഗല്ലൂർ മുക്കം മുനിസിപ്പാലിറ്റി. LDF അല്ലേ ജയിച്ച മുക്കം മുനിസിപ്പാലിറ്റിയിൽ? അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി വിചാരിച്ചാൽ ഞങ്ങളെങ്ങ് തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ അവിടെ തോൽപ്പിക്കാൻ പറ്റട്ടെ. അതൊന്നും അല്ല പ്രശ്നം. പൊളിറ്റിക്കലായിട്ട് അതിനെ കാണുന്നത് 2 സീറ്റോ 3 സീറ്റോ നോക്കിയിട്ടല്ല. ഒരിക്കലുമില്ല. മൈനോറിറ്റി അങ്ങനെ LDFനെതിരായി കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യവും കേരളത്തിലില്ല. മൈനോറിറ്റിയുമായി ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്. മൈനോറിറ്റി സംരക്ഷണത്തിന് RSSൻ്റെ ഈ ആക്രമണ കാലത്ത് ഇടതുപക്ഷത്തെ വിശ്വസിക്കാവുന്നതുപോലെ വിശ്വസിക്കാൻ കഴിയുന്ന മറ്റൊരു പ്രസ്ഥാനവുമില്ല എന്ന് മൈനോറിറ്റിക്ക് അറിയാം. ഇന്ത്യ രാജ്യത്ത് എവിടെയെല്ലാം അക്രമങ്ങളുണ്ടായോ ബുൾഡോസറുകൾ, കോൺഗ്രസ് ബുൾഡോസറുമായി കോൺഗ്രസ് ഗവൺമെൻറ് പോയി കർണാടകത്തിൽ, തെലുങ്കാനയിൽ, ഡൽഹിയിൽ BJP ഗവൺമെൻറ്, അവിടെയെല്ലാം കൈ ഉയർത്തി അതിനെ നേരിട്ടത് CPIM ആണ്. ചെറിയ പാർട്ടിയാണെങ്കിലും അത് ജനങ്ങൾക്കറിയാം. അതെല്ലാം കേരളത്തിലെ ഗവൺമെൻറ് നടപ്പാക്കിയ വികസന പദ്ധതികളെ ആസ്പദമാക്കി ജനങ്ങൾ ചിന്തിക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ നടത്തുന്ന പ്രചാരവേലകളാണ്. അതൊന്നും ആളുകൾ വിശ്വസിക്കില്ല. ഇവിടെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, വ്യവസായ മേഖലയിലെ കുതിച്ചുചാട്ടം, IT മേഖലയിലുണ്ടായ മുന്നേറ്റം, ഇതൊക്കെയാണ് കേരളം ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങൾ. ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ. അത് മറുപടി പറയാൻ കഴിയാത്ത കോൺഗ്രസ്സിന് വിഷയം മാറ്റണം. അവർക്ക് ഡെവലപ്മെൻറ്റ് വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ല. അവരുടെ കാലത്തൊക്കെ എന്തൊരു ദുരന്തമാണ് നാട്ടിലുണ്ടായത്, അതിൽ നിന്ന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അതൊന്നും ഒരു ഗൗരവമായ വിമർശനമേ അല്ല കോൺഗ്രസ് നടത്തുന്നത്.
ആര് ആര് ആ ആ ഇല്ല, ഞങ്ങളത് നേരത്തെ നടത്തിയത് അത്ര തെറ്റായി പോയി എന്നൊന്നും അല്ല അദ്ദേഹം പറഞ്ഞത്. പറയേണ്ട അളവിൽ മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ ആദ്യത്തെ അവതരണത്തിൽ ആരെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ചോദിച്ചതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരാൾക്കും അർഹമല്ലാത്ത വിധത്തിൽ ഏതെങ്കിലും വിമർശനം ഞങ്ങൾക്ക് ഉന്നയിക്കാൻ താല്പര്യമില്ല.